മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC 17-ാം സംസ്ഥാന സമ്മേളനം ജനുവരി 22, 23, 24 തീയതികളിൽ വൈപ്പിൻകരയിൽ ആരംഭിക്കുന്നു. അതിനു മുന്നോടിയായി പത്രസമ്മേളനം നടന്നു. എൻ്റെ പേര് ടി രഘുവരൻ. KL ദിലീപ് കുമാർ CPയുടെ മണ്ഡലം സെക്രട്ടറി, PJ കുശൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റ്, സുനിൽകുമാർ ഫെഡറേഷൻ്റെ മണ്ഡലം സെക്രട്ടറി, മനായിടത്ത് ഫെഡറേഷൻ്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി. ഫെഡറേഷൻ്റെ 17-ാം സംസ്ഥാന സമ്മേളനം നാളെ ആരംഭിക്കുക. 3 ദിവസത്തെ പരിപാടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു റാലിയും തുടർന്ന് സഹോദരൻ നഗറിൽ പൊതുസമ്മേളനവും CPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വ ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞങ്ങൾ കുറിപ്പിൽ നോട്ടീസിൽ തന്നിട്ടുണ്ട്. 23-ാം തീയതിയാണ് പ്രതിനിധി സമ്മേളനം. 10 ജില്ലകളിൽ നിന്നായി 300ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അന്ന് തന്നെ 2 മണിക്ക് മത്സ്യമേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു സെമിനാർ സമ്മേളന ഹാളിൽ നടക്കും. സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് CPയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് PP സുനീർ MP ആണ്. TN പ്രതാപൻ മുൻ MP, മുൻ ഫിഷറീസ് മന്ത്രി S ശർമ്മ, ധീവരസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി B ദിനകരൻ, അതുപോലെ തന്നെ ബോട്ട് ഓണേഴ്സിൻ്റെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് സേവൻ കളപ്പുരക്കൽ, മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ നേതാവ് ചാൾസ് ജോർജ് ഉൾപ്പെടെയുള്ള മത്സ്യമേഖലയിലെ പ്രധാനപ്പെട്ട എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 24-ാം തീയതിയാണ് സമ്മേളന സമാപനം. മത്സ്യമേഖലയിൽ വലിയ വിഷയങ്ങൾ ഉയർന്നു വരുന്ന സന്ദർഭത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. 1-2 കാര്യങ്ങൾ ഞങ്ങൾ ഊന്നൽ കൊടുത്ത് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കടൽ ഖനനത്തിന് ലൈസൻസ് കൊടുക്കാനുള്ള തീരുമാനപ്പെടുത്തി വരികയാണ്. കടൽ ഖനനം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും അതിനെ സംബന്ധിച്ച് ശക്തമായി കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്ത് പ്രണയൽ ഹോട്ടലിൽ വെച്ച് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു സമ്മേളനം കേന്ദ്ര ഗവൺമെന്റ് മുൻകൈ എടുത്ത് നടത്തിയിട്ടുണ്ടായി. ആ സമ്മേളനം നടക്കുന്ന ഹോട്ടലിന് മുന്നിലേക്ക് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു മാർച്ചും അത് സംബന്ധിച്ചുള്ള ശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായി. ഇത് വന്നാൽ സംഭവിക്കുന്ന സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരായ നിങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. കടല് വലിയ രൂപത്തിൽ കുഴിച്ചാണ് ഖനനം നടത്താൻ പോകുക. കുഴിക്കുന്നതിൻ്റെ ആഴം എത്രയാണ്, എത്ര വിസ്തൃതിയാണെന്നൊക്കെ ഇനി വരാൻ പോകുന്നില്ല. അതിനൊക്കെ സംബന്ധിച്ച് ഡീറ്റെയിൽ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സ്വകാര്യ കുത്തകളെയാണ് ഏൽപ്പിക്കുന്നത്. മോണോസൈറ്റും ഇൽമനൈറ്റും സിലിക്കോണും അടക്കമുള്ള എല്ലാ ധാതു ലവണങ്ങളെയും ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് കടലിന്റെ പാരിസ്ഥിതികമായ അടിത്തട്ടിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഭാവിയിൽ സുനാമി അടക്കം സംഭവിക്കാനുള്ള സാധ്യത ഇന്തോനേഷ്യയിൽ അനുഭവം വെച്ചുകൊണ്ട് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരിപ്പോൾ തന്നെ അതിനെ സംബന്ധിച്ച് അവരുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തെ തന്നെ ഇത് സാരമായി ബാധിക്കുന്ന രൂപത്തിലേക്ക് മത്സ്യബന്ധനത്തെ തന്നെ സാരമായി ബാധിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് അത് കാര്യങ്ങൾ മാറാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അതീവ ഗൗരവമായൊരു പ്രശ്നമാണ്. അതുകൂടാതെ നമ്മുടെ അറബിക്കടലിൽ നമ്മുടെ നിർമ്മാണ ആവശ്യത്തിലുള്ള മണല് ധാരാളമായി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. അറബിക്കടലിലും മണൽ ചെയ്യാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിനുള്ള പ്രപ്പോസൽ തയ്യാറാക്കിയിരിക്കുകയാണ്. അത് കടലിനകത്ത് തന്നെ ഒരു നിശ്ചിത ഹെക്ടർ വീതം പ്ലോട്ട് തിരിച്ച് ലൈസൻസ് കൊടുക്കാനാണ് ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള ഖനനങ്ങൾ, ആഴക്കടലിലെ
ഖനനവും തീരക്കടലിലെ മണൽ ഖനനവുമെല്ലാം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശങ്കയോടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. ഒരു ഗൗരവമായ വിഷയം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, രാജ്യത്താകെ ചർച്ച വരേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊന്നും കേന്ദ്ര ഗവൺമെൻറ് ട്രേഡ് യൂണിയൻ സംഘടന വിളിച്ച് ചർച്ച ചെയ്തിട്ടോ അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചിട്ടോ അല്ലെങ്കിൽ ഗവേഷകരുടെ അഭിപ്രായം പരിഗണിച്ചിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. ഗവൺമെൻറ് ലാഭാധിഷ്ഠിതമായി ഇപ്പോൾ കടലിൽ നോക്കിക്കാണുക. അതിനുവേണ്ടി തന്നെയാണ് വിദേശ ട്രോളറുകൾക്ക് ലൈസൻസ് കൊടുത്ത് ഇപ്പോൾ നിർബാധം ട്രോളറുകൾ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ രൂപത്തിലുള്ള വറുതിയിലേക്കാണ് തീരദേശ മേഖലയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിടിക്കുന്ന മത്സ്യത്തിൻ്റെ പഴയതുപോലുള്ള അളവ് ഇല്ല. മത്സ്യത്തിനാണെങ്കിൽ കൂടുതൽ മത്സ്യം കിട്ടിയാൽ അതിന് വില കിട്ടാത്ത സാഹചര്യം. ഇപ്പോൾ മത്തിയാണ് നമുക്ക് ഇപ്രാവശ്യം, ചാളയാണ് സുലഭമായി കിട്ടിയത്. ചാള മാത്രമേ ഉള്ളൂ. ആ ചാളയുടെ ആണെങ്കിൽ വലിപ്പം കൂടുന്നില്ല, ഒരു നിശ്ചിത വലിപ്പത്തിൽ വന്ന് അങ്ങനെ തന്നെ നിന്നു പോവുകയാണ്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ CMFRA അടക്കം ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളടക്കം മത്സ്യബന്ധന മേഖലയെ സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ നമുക്ക് ഈ സമ്മേളനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഞങ്ങളിതെല്ലാം ഫോക്കസ് ചെയ്യാറുണ്ട്. കായലിൻ്റെ വിഷയങ്ങളിൽ ഇപ്പോൾ വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ നന്നായി സ്റ്റഡി ചെയ്തിട്ടുള്ള ആളാണ്. കായലിൻ്റെ ആഴം കുറഞ്ഞു. പ്രളയത്തിന് ശേഷം എക്കലും ചെളിയും കൂടുതലായി ആറുകളിൽ നിന്ന് വന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക. സ്വാഭാവികമായ നീരൊഴുക്ക് ഇന്ന് വേമ്പനാട്ട് കായൽ നടക്കുന്നില്ല. മത്സ്യത്തിൻ്റെ പ്രചരണം നടക്കാത്ത അവസ്ഥയിലേക്ക് വരുന്നു. വലിയ രൂപത്തിലുള്ള മാലിന്യം തള്ളുന്നത് മൂലം കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഗണ്യമായി കുറഞ്ഞു. കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മുടെ മത്സ്യബന്ധന മേഖലയും ഇടം മാത്രമല്ല അതിനുള്ള സാധ്യതയും ഇപ്പോൾ ചുരുങ്ങി വരികയാണ്. അതുകൂടാതെയാണ് ഇപ്പോൾ വെള്ളക്കയറ്റം. ഇപ്പോൾ നല്ല വേനലാണെങ്കിലും വൃശ്ചിക വേലിയേറ്റത്തിന് കുറച്ച് വെള്ളം പൊങ്ങാറുണ്ട്. ഇപ്പോൾ വൃശ്ചിക വേലിയേറ്റത്തിന് മാത്രമല്ല എല്ലാ സമയത്തും ഇപ്പോൾ വീടുകളിൽ തീരദേശത്ത് വെള്ളം കയറി. ഇത് കായലിൻ്റെ ആഴം കുറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം അറബിക്കടലിൽ തള്ളി വരുന്ന വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശരിക്കും ഒരു റിസർവറായിട്ട് പ്രവർത്തിക്കുന്നതാണ് വേമ്പനാട്ട് കായൽ. അത് പശ്ചിമഘട്ടത്തിൽ നിന്ന് വരുന്ന മഴവെള്ളത്തെ മാത്രമല്ല ഏത് മഴവെള്ളപ്പാച്ചിലിനെയും എല്ലാം പിടിച്ചു നിർത്തി അതിനെ ശരിക്കും കടലിലേക്ക് തള്ളുന്ന പ്രതിഭാസമാണ് വേമ്പനാട്ട് കായൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ വലിയ പരിതാപകരമായ അവസ്ഥയിലേക്ക് വേമ്പനാട്ട് കായൽ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഉപ്പുവെള്ളം കയറി അത് പെരിയാറിലേക്ക് കൂടി ഉപ്പുവെള്ളം കയറുകയാണ്. കാരണം കായൽ നികന്നുകൊണ്ട് ഏറ്റത്തിന് തള്ളി വരുന്ന വെള്ളം പെരിയാറിലേക്ക് വരിക. കുട്ടാറിലെല്ലാം ഇട്ടിട്ടുള്ള ഷട്ടർ സുരക്ഷിതമല്ല എന്നുള്ള അഭിപ്രായം വന്നിരിക്കുന്നു. ഇപ്പോൾ പെരിയാറിലേക്ക് കൂടി ഉപ്പുവെള്ളം കയറിയാൽ എറണാകുളത്തെയും പരിസര പ്രദേശത്തെയും കുടിവെള്ള സ്രോതസ്സിന് വലിയ ഭീഷണിയാകുന്ന സാഹചര്യത്തിലേക്കെല്ലാം മാറി. അപ്പം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് വേമ്പനാട്ട് കായലും അതുപോലെ തന്നെ നമ്മുടെ കടലിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. ഈ വിഷയങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുന്നൊരു സംഘടനയാണ്. നിരവധി ക്യാമ്പയിനും പ്രക്ഷോഭവും ഏറ്റവും ആദ്യം ഉയർത്തിക്കൊണ്ടുവരാൻ എപ്പോഴും മുൻപന്തിൽ നിൽക്കുന്ന സംഘടന. ഇപ്പോൾ സീപ്ലൈൻ പദ്ധതി ഞാൻ വിശദീകരിക്കുന്നുണ്ടായില്ല, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ പദ്ധതി 2013 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ചപ്പോൾ ഞങ്ങളെല്ലാം എതിർത്താണ്. ആ എതിർപ്പിനെ തുടർന്നാണത് വേണ്ടത് വെച്ചത്. അതിപ്പോൾ 2024 വീണ്ടും ടൂറിസം വകുപ്പ് അതിന് അനുവാദം കൊടുത്ത് നമ്മുടെ ബോൾഗാട്ടിയിൽ സീപ്ലൈ ഇറങ്ങി. അതൊരു ട്രേഡ് യൂണിയൻ സംഘടനയോട് ചർച്ച ചെയ്തിട്ടല്ല ആ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് പോകും. ഞങ്ങളതിനെ സംബന്ധിച്ച് ഞങ്ങളുടേതായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള മെമ്മോറാണ്ടം എല്ലാ ജില്ലകളിലും ശേഖരിച്ച് നമ്മൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ഗവൺമെൻറ് ഒരു ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. ആ പ്രതിഷേധം വന്നതിനെ തുടർന്ന് ഇപ്പോൾ തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. ആ സീപ്ലൈൻ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടത്തിൽ സീപ്ലൈൻ പറപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം 10 പ്ലോട്ടുകളാണ് അവർ അതിനുവേണ്ടി കണ്ടെത്തിയത്. പുന്നമടയും അഷ്ടമുടിക്കായലും ബോൾഗാട്ടിയും അടക്കമുള്ള കുമരകമടക്കമുള്ള 10 കേന്ദ്രങ്ങളിലാണത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പോട്ടായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ കായൽ പ്രദേശം ഇതിനു വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ട അവസ്ഥകൾ. അതുകൊണ്ട് സീപ്ലൈൻ
നടത്തണമെന്നുണ്ടെങ്കിൽ അത് ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാക്കി മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കൂടി പരിഹരിച്ചിട്ടേ പരിഹാരം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം അത്രയും ഗൗരവമായ പ്രശ്നങ്ങളെല്ലാം ഇന്ന് മത്സ്യബന്ധന മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയമാണ്. അതെല്ലാം ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ മുതൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. എല്ലാ പത്രസുഹൃത്തുക്കളും ഉച്ചഭക്ഷണമടക്കം ഞങ്ങളുടെ സമ്മേളന ഹാളിലൊന്ന് കഴിക്കണം. സമ്മേളനത്തിന് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു വാർത്താ പ്രാധാന്യം കൊടുക്കണം. ഇതെല്ലാം നാളെ മുതൽ സമ്മേളനത്തിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ്. നാളെ സംബന്ധിച്ച് ചുരുക്കി പറയാനുള്ളത്